കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് എന്തിനെക്കുറിച്ച് വീഡിയോ ഇടും, എന്തിനെക്കുറിച്ച് സംസാരിക്കും എന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇവനെക്കുറിച്ച് സംസാരിക്കാം. ഏതാണെന്നല്ലേ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സുസുക്കി ആക്സസ് 125. അപ്പോൾ നമുക്ക് ഇവൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാം. സോ ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ മേടിച്ച ഫസ്റ്റ് വണ്ടി എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് മേടിച്ച് കൊണ്ടുവന്ന വണ്ടി അത് ടൈറ്റിലും കൂടെ ഉള്ള വണ്ടിയാണത്. ആൻഡ് ഇവനെ മേടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് ഈ വണ്ടി വരുന്നത്. ആൻഡ് ഇവനെ കൊണ്ടുവന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ലൈക്ക് വീട്ടിലേക്ക് ആദ്യമായിട്ടൊരു വണ്ടി വന്നു ആൻഡ് അതിൻ്റെ ഇതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു സമയം. ആൻഡ് ഇതെൻ്റെ ചേട്ടന് വേണ്ടി മേടിച്ച വണ്ടിയാണ്. ആൻഡ് എൻ്റെ രണ്ട് ചേട്ടന്മാരും ഈ വണ്ടി ആയിരുന്നു ഇപ്പോൾ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഞാൻ ആദ്യമായിട്ട് ഓടിച്ചൊരു സ്കൂട്ടർ എന്ന് പറഞ്ഞാലും ഇവൻ തന്നെയാണ്. ഇന്ന് ഞാൻ ഇവൻ്റെ കുറച്ച് നല്ല കാര്യങ്ങളും ആൻഡ് ഇവനെ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് യൂസർ എക്സ്പീരിയൻസ് എന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ആൻഡ് ഇവൻ എങ്ങനെ എൻ്റെ കൈ എത്തിപ്പെട്ടു ആ ഒരു സംഭവമൊക്കെ ഞാൻ പറയാം. ബാക്ക് ഇൻ ദ ടൈം എൻ്റെ ചേട്ടന്മാരായിരുന്നു അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞ് എൻ്റെ അച്ഛൻ റിട്ടയർ ആയി വന്നതിന് ശേഷം പിന്നെ അച്ഛൻ്റെ കയ്യിലായിരുന്നു ഇവൻ. അച്ഛൻ എന്ന് പറഞ്ഞാൽ വലിയ രീതിക്ക് മെയിൻ്റെനൻസ് ഒന്നും ചെയ്യില്ല. മെയിൻ്റെനൻസ് ഭയങ്കരമായിട്ട് കുറവായിരുന്നത് അത് ഈ വണ്ടി പയ്യെ സൈഡായി. ഏത് വണ്ടി ആയാലും മെയിൻ്റെനൻസ് ഇല്ലെങ്കിൽ ഭയങ്കര ശോഭം. അതായിരിക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിലേക്ക് വേറൊരു വണ്ടി മേടിക്കുന്നത്. ഒരു TVSൻ്റെ എൻഡോക്ക് മേടിച്ചു. ആൻഡ് ലേറ്റ് അത് അച്ഛന് കൊടുത്തു. അച്ഛന് രണ്ടാമത് വേറെ വണ്ടി കിട്ടിയപ്പോൾ ഇവൻ പയ്യെ സൈഡായി. ആൻഡ് അങ്ങനെ ഒരു 1.5 വർഷത്തോളം ഇവൻ സൈഡിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ എൻ്റെ ചേട്ടൻ ഇത് വീണ്ടും റീസ്റ്റോർ ചെയ്തെടുത്തു. സോ പിന്നെ ഈ വണ്ടി ചേട്ടൻ യൂസ് ചെയ്ത് തുടങ്ങി. എന്ന് വെച്ചാൽ ചേട്ടൻ ഓൾറെഡി ഒരു ബൈക്ക് ഉണ്ട് ആൻഡ് അതിൻ്റെ ഒപ്പം സൈഡായിട്ട് അന്ന് എനിക്ക് ലൈസൻസ് ഒന്നുമില്ല. സോ അതുകൊണ്ട് അങ്ങനെ വണ്ടി ഒന്നും തരില്ല. പിന്നെ ചേട്ടൻ്റെ കല്യാണത്തിന് ശേഷം ഈ വണ്ടി ചേട്ടൻ്റെ വൈഫാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ചേച്ചി ഇത് യൂസ് ചെയ്ത് അറൗണ്ട് ഒരു ഐ തിങ്ക് ഒരു 1 ഇയർ മുമ്പ് വരെ ചേച്ചി ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിന് ശേഷം ചേച്ചിക്ക് പുതിയൊരു TVSൻ്റെ ജൂപ്പിറ്റർ വാങ്ങി. ആൻഡ് അതിനുശേഷം പിന്നെ ആക്സസ് എനിക്ക് കിട്ടി. കറൻ്റ്ലി ഇപ്പോൾ യൂസ് ചെയ്യണത് ഞാൻ. സോ എനിക്ക് ഡെയിലി എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടത് ഇവനെ കൊണ്ടാണ്. ആൻഡ് ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇവനെ ഓടിക്കാൻ. കുറച്ചും കൂടി ഓടിക്കുമ്പോൾ കുറച്ചും കൂടി രസം. ആൻഡ് ലൈക്ക് ഹോണ്ടയുടെ ഞാൻ ആക്റ്റീവ DO ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇത് ഓടിക്കണൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഫസ്റ്റിനെ ഓടിച്ച് ഇതിൽ ആയതുകൊണ്ടായിരിക്കും. ബട്ട് എനിക്ക് പേഴ്സണലി തന്നെ ഓടിക്കാൻ ഇഷ്ടം. പിന്നെ കുറച്ചും കൂടി അടിപൊളി എൻഡോക്ക് ഇതും ഒരേ പോലെ ഒന്ന് കരുതരുത്. സെയിം 125cc ആണെങ്കിലും ഡിഫറെൻ്റ് ആണ് ഓടിക്കണതിൻ്റെ. പറയുകയാണെങ്കിൽ ഞാൻ ഡെയിലി ഇപ്പോൾ കോളേജിൽ പോകാനായാലും ആൻഡ് കടയത്തെ സാധനങ്ങൾക്ക് മേടിക്കാനായാലും ഡെയിലി യൂസ് ചെയ്യുന്നത് ഇവൻ തന്നെ. പിന്നെ ഇവൻ്റെ എനിക്ക് കുറച്ച് ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇവൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറയാൻ വലിയ രീതിക്ക് എനിക്ക് ഇതുവരെയായിട്ട് മെയിൻ്റെനൻസ് അങ്ങനെ വന്നിട്ടില്ല. കാരണം ഈ വണ്ടിയുടെ അത്യാവശ്യ പണികളൊക്കെ തീർത്ത് പിന്നെ ഞാൻ പറഞ്ഞാൽ എനിക്ക് മെയിൻലി ചിലവ് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ടയർ മാറ്റി. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ടയർ മാറ്റി, പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്തു. പിന്നെ പറയുകയാണെങ്കിൽ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള മെയിൻ്റെനൻസ് ഒക്കെ എനിക്ക് വന്നിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മഴയത്തെങ്ങാനും ഇത് ഒട്ടുമിക്ക BS3 ആക്സസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന കാര്യമാണ്. കാരണം മഴയത്ത് കൂടെ ഈ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി കുറച്ച് കഴിയുമ്പോൾ വണ്ടി നിൽക്കും. കാരണം ഇതിൻ്റെ എയർ ഫിൽറ്റർ ഇതിൻ്റെ ഒരു അടിഭാഗത്തൊക്കെ ആയിട്ടാണ് കിടക്കണേ. സോ ഈ മഴ പെയ്യുമ്പോൾ വെള്ളം അങ്ങനെ തട്ടിക്കയറി ആ എയർ ഫിൽറ്ററിലേക്കാണ് വെള്ളം പോകുന്നത്. അതൊരു ഇഷ്യൂ ആണ്. കാരണം എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് എനിക്കൊരു ഐഡിയ ഇല്ല. ബട്ട് ഇപ്പോൾ മഴയത്ത് കൂടെ ഒക്കെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വണ്ടി കൊണ്ട് പോവുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയുള്ളൊരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി വർക്ക്ഷോപ്പ്. കാരണം ഈ വണ്ടിയും കൊണ്ട് ഏത് വർക്ക്ഷോപ്പിൽ ചെന്നാലും അവർ പറയും മോനെ ഞാൻ ആക്സസ് എടുക്കില്ല, ആക്സസ് ഞാൻ പണിയില്ല, ഇത് ഞാൻ യൂസ് എന്ന് വെച്ചാൽ അവരത് പണിയാൻ അധികം ആഗ്രഹിക്കാത്തൊരു വണ്ടി എന്നും പറയാം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഇതുവരെയായിട്ട് തന്നെ വഴി കിടത്തിയിട്ടില്ല. ലൈക്ക് ഞാൻ ഇപ്പോൾ ഈവൻ
എങ്ങനെയും ഞാൻ വീട്ടിലെത്തും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ പിറ്റേ ദിവസം വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവുണ്ടാവില്ല, അങ്ങനത്തെ വിഷയമുണ്ടാവും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടായി. അപ്പോൾ ഞാനും അവളും കൂടി ഞങ്ങൾ അതിരപ്പള്ളി ട്രിപ്പ് പോയി. അപ്പോൾ അതിരപ്പള്ളി പോയ സമയത്ത് പോയി അവിടെ മൊത്തം പോണ വഴി അത്യാവശ്യം ശോകം, കാരണം കുണ്ടും കുഴിയും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഇവനും കൊണ്ട് പോയപ്പോൾ അത്യാവശ്യം കുഴിയൊക്കെ ചാടിയിട്ടാണ് പോയത്. ആൻഡ് ലേറ്റ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. വണ്ടിയുടെ നമ്മുടെ CD യൂണിറ്റിൽ അതിൻ്റെ ഫ്രണ്ടിലാണ് വരുന്നത്. അപ്പോൾ അത് ലൈക്ക് ലൂസായിട്ട് അതിൻ്റെ റബ്ബർ ബുഷിൻ്റെ അവിടെ നിന്ന് ഊരിപ്പോയി. അപ്പോൾ അതിങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ അത് ഇങ്ങനെ തടയുണ്ട്. സോ ഞാൻ വീട്ടിലെത്തി ഫ്രണ്ടത്തെ സൈഡൊക്കെ ഞാൻ ഊരി, എന്നിട്ട് അത് തിരിച്ച് ഫിക്സ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ടാവണം. സോ ഞാൻ ഇത് എന്താ പറ്റി, എന്തായാലും ഇതുണ്ടായതൊക്കെ തിരിച്ച് ഞാൻ വെച്ചല്ലോ, ഇനിയിപ്പോൾ എന്താ പറ്റിയെന്നൊക്കെ ഞാൻ കരുതി ലൈക്ക് വീടിൻ്റെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ ഞാൻ കൊണ്ടു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഞാൻ ആക്സസ് എടുക്കില്ല, ആക്സസ് ഞാൻ പണിയില്ല എന്ന് പറഞ്ഞു. സോ എൻ്റെ ഒരു നിസ്സഹായനായ ഒരു അവസ്ഥ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ ഞാനൊന്ന് നോക്കാം, എന്താ പ്രശ്നം നോക്കട്ടെ, ചെറിയ വല്ല പണിയാണെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വണ്ടിയിൽ നിന്ന് ചെക്ക് ചെയ്തു, ഓൾ ഓവർ ഇതിൻ്റെ ഇതൊക്കെ ഊരി നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞു ഇതിൻ്റെ വയറിങ് ഷോകമാണ്, വയറിങ് മാറ്റണം, അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി ഇനി വയറിങ് മാറ്റണമല്ലോ എത്രയെന്ന് ചോദിച്ചു. പുള്ളി എന്നാൽ അപ്രോക്സിമേറ്റ് ഒരു 2K ഉള്ളിലൊക്കെ വരുള്ളൂ, കാരണം കംപ്ലീറ്റ് വയറിങ് ഒക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ലഡ്ഡുമല്ല, ഭയങ്കര ഉറപ്പായി ഒരു പണി കിട്ടുമെന്ന് ഉറപ്പായി. കാരണം ഇത്രയും നാൾ എൻ്റെ വലിയ രീതിക്ക് ചിലവായിട്ടില്ല, ഫസ്റ്റ് ടൈം ഇത്രയും ഫണ്ട് എൻ്റെ ചിലവാകുമല്ലോ എന്നൊക്കെ ആലോചിച്ച് അതൊക്കെ കരുതി. അപ്പോൾ പിന്നെ ഇത്രയും പഴക്കമുള്ളൊരു വണ്ടിയാണ്, അതിൻ്റേതായ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ കരുതി. എന്നിട്ട് ഞാൻ വണ്ടി ഒരു ദിവസം അവിടെ വെച്ചു. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു, നീ വണ്ടി എന്നാൽ ചെങ്ങനാട് കൊണ്ടു കൊടുക്കുക, കാരണം പുള്ളി നോക്കില്ല എന്നല്ല പറഞ്ഞു. അപ്പോൾ ചെങ്ങനാട് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കൊണ്ടു കൊടുത്തു. അപ്പോൾ ഞാൻ വണ്ടി അവിടെ കൊണ്ട് വെച്ചതും പുള്ളി വണ്ടിയുടെ ഞാൻ പറഞ്ഞു പ്രശ്നം പറഞ്ഞു, വണ്ടി സ്റ്റാർട്ടാവുള്ള എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വണ്ടി നോക്കി, ഓവറോളൊന്ന് നോക്കി കഴിഞ്ഞിട്ട് പുള്ളി വണ്ടിയുടെ ഫ്രണ്ട്, ആ ചേട്ടൻ ഇതാ ഊരിയത്, പുള്ളി നേരെ ഫ്രണ്ട് ഊരിയിട്ട് ഞാൻ വെച്ച മറ്റേ CD യൂണിറ്റിൽ അത് പുള്ളി ഊരിയിട്ട് അതിനുള്ള എന്തോ സാധനം തിരിച്ച് വെച്ചു. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. പുള്ളി പറഞ്ഞ CD യൂണിറ്റിൻ്റെ ഒരു ഇഷ്യൂ ആണ്, അപ്പോൾ അത് നീ വേണമെങ്കിൽ ഒന്ന് റീപ്ലേസ് ചെയ്താൽ മതി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ അത് റീപ്ലേസ് ചെയ്താൽ മതി. അങ്ങനെ 2000 ഉണ്ടായിരുന്ന ചിലവാവേണ്ട എൻ്റെ കയ്യിൽ നിന്ന് 60-70 ലിറ്റർ ചിലവായുള്ളൂ. കാരണം പുള്ളിയുടെ ഒരു പണിയണ കൂലി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ 50-60 മേടിക്കാറ്. സോ ഇത് കിട്ടാൻ എനിക്ക് പാടായി. ഇതിൻ്റെ പൊല്യൂഷനും ഇൻഷുറൻസ് ഏകദേശം ഒരേ സമയത്താണ് കഴിഞ്ഞു. അപ്പോൾ അത് കിട്ടാൻ അത്യാവശ്യം ശോകമായിരുന്നു. കാരണം ഞാൻ വണ്ടി ഫസ്റ്റ് ടൈം എനിക്ക് അത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, പൊല്യൂഷൻ ഫസ്റ്റ് തന്നെ കിട്ടും, വർക്ക്ഷോപ്പിൽ നിന്ന് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ഡയറക്റ്റ് അവൻ പൊല്യൂഷൻ സെൻറ്ററിൽ പോയി. എന്നിട്ട് നോക്കിയപ്പോൾ പൊല്യൂഷൻ കിട്ടിയില്ല. അത് കഴിഞ്ഞ് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഒരു ദിവസം, കാരണം അവിടെ മാത്രമേ പണിയുള്ളൂ, അപ്പോൾ അതുകൊണ്ട് 2 ദിവസം അവിടെ വെച്ച് വണ്ടി ഫുള്ളായിട്ടൊന്ന് പണിത് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. എന്നിട്ട് എനിക്ക് പൊല്യൂഷൻ കിട്ടിയില്ല. അത് കഴിഞ്ഞ് മൂന്നാമത് ഞാൻ വീടിനെ ചെന്ന് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം പോകണേ, 3ാമതും കൂടി ഒന്ന് റെഡിയായി കിട്ടുമോ എന്ന് ഞാൻ ചോദിച്ചു. പുള്ളി പറഞ്ഞു ഇപ്രാവശ്യം നോക്കാം, എന്തായാലും സെറ്റാവും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വണ്ടി കൊണ്ടു കൊടുത്തു. പുള്ളി എന്തൊക്കെ ചെയ്ത് വണ്ടി തന്ന് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ പോയി. അങ്ങനെ അറ്റ് ലാസ്റ്റ് എനിക്ക് പൊല്യൂഷൻ കിട്ടി. സോ അങ്ങനത്തെ ഒരു ഇഷ്യൂ മാത്രമേ എനിക്ക് വന്നുള്ളൂ. കാരണം ഒന്നാ പറഞ്ഞത് ഇത്രയും പഴക്കമുള്ള വണ്ടി കൊണ്ട് പൊല്യൂഷൻ കിട്ടാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു. ബട്ട് എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തു. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇതിൽ നിന്ന് അങ്ങനെ വന്നിട്ടുള്ളൂ. അധികം ഓവറായിട്ടുള്ള പ്രശ്നമൊന്നും ആയിട്ടില്ല. ഓവറോൾ പറയുകയാണെങ്കിൽ ഈ വണ്ടിയിൽ ഞാൻ പിന്നെ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് ഇതിൻ്റെ മൈലേജാണ്. ഈ ആക്സസ് യൂസ് ചെയ്യണമെങ്കിൽ 2-3 പേരോട് ചോദിച്ചു. അവർ പറഞ്ഞു അവർക്ക് കുഴപ്പമില്ലാത്ത മൈലേജ് ഇട്ടിട്ടുണ്ട്. ബട്ട് എനിക്ക് എൻ്റെ വേറൊരു ഫ്രണ്ടിനും അവൻ്റെ വീട്ടിലെ വണ്ടി അത്യാവശ്യം ഷോക്കായിട്ടിരിക്കുക. ബട്ട് എൻ്റെ വണ്ടി വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ വേറെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു പുള്ളിക്ക് ഒരു 40 അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് ആദ്യം 27 കിലോമീറ്റർ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ലേറ്റ് പയ്യെ അത് എനിക്ക് ഇപ്പോൾ ഞാൻ ഈ ഒരു മാസം മുമ്പേ നോക്കിയപ്പോൾ എനിക്ക് അറൗണ്ട് ഒരു 32-33 അറൗണ്ട് കിട്ടി. എന്തുകൊണ്ട് അത്ര കുറവെന്നറിയില്ല. ബട്ട് മൈലേജിൻ്റെ അടുത്ത് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി മേടിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരോടൊന്ന് ചോദിക്കുക ഇതെങ്ങനെ യൂസ് ചെയ്യാൻ എങ്ങനെയുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് അത്യാവശ്യം ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓടിക്കാൻ നല്ല രസമാണ് വണ്ടി ഓടിക്കാൻ. മൈലേജിൻ്റെ കാര്യത്തിൽ എനിക്ക് മാത്രമേ കുറവുള്ളൂ, ബാക്കിയുള്ളവർ ചിലപ്പോൾ കൂടുതലും കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ എടുക്കുമ്പോൾ
നല്ലത് നോക്കിയെടുക്കാം, അത് മാത്രമേ പിന്നെ പറയാനുള്ളൂ. പറയണേ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ലൈക്ക് എനിക്കിപ്പോൾ എനിക്ക് ഒന്നാമത് ബൈക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. ബട്ട് ഇവനെ കൊടുത്തിട്ട് അങ്ങനെ മാറ്റണം എന്നുള്ളൊരു മൈൻഡ് വരുന്നില്ല. സംഭവം വീട്ടിലാദ്യത്തെ വണ്ടി, വീട്ടിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന വണ്ടി ഇതായിരുന്നു. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉള്ള കാരണത്താൽ, പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഓടിച്ച വണ്ടി ഇതാണ്. അപ്പം അങ്ങനത്തെ കുറേ അറ്റാച്ച്മെൻ്റ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇത് കൊടുക്കാണ്ട് വേറെ വണ്ടി എടുക്കണം എന്നുണ്ട്. ആൻഡ് ഓൺ ദ ടൈം അത് പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് കരുതി. ആൻഡ് അങ്ങനത്തെ വേറെ കുറച്ച് വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ.